caught in a flood. Everywhere we look, for a moment in the dark, got misunderstood. I'm letting go, yeah, I'm trying, I'm fighting for a happy end, but the sunlight is blinding. The thoughts all keep creeping in when you ride. It all made sense when I saw her eyes. I knew I could leave. You and I have made it through the breakaways. Love is all we'll ever need. I don't think twice. You're everything I want. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് വേണ്ടി അവനെ പോലെയുള്ള ഒരു സഖിയെ ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, ഇന്ന് വിവാഹിതരാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിബിയെയും ഷാബിനെയും അനുഗ്രഹിക്കണമേ. ഇവർ ഇന്ന് ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിൽ മരണം വരെ പരസ്പരം സ്നേഹിച്ച് താങ്ങും തണലുമായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ദമ്പതികളെ ആശീർവദിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, മാർ ഔസേപ്പേ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. I'm leaving home for the coastline, someplace under the sun. I feel my heart for the first time, 'cause now I'm moving on, yeah, I'm moving on. And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season and lose all sense of time. I'm moving far away
place where it's just you and me. Feels like we're in a dream. You know what I mean. The summer air by the seaside, the way it fills our lungs, the fire burns in the night sky. This life will keep us young, yeah, keep us young. And we will sleep by the ocean. Our hearts will move with the tide. And we will wake in the morning to see the sun paint the sky. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഈശോയില് സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഷാബിനും ഷിബിയെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഒത്തിരി ഒരുക്കത്തോടു കൂടിയാണ് ഈ രണ്ട് പേരും ഇന്ന് ഈ ദേവാലയത്തിൻ്റെ മുമ്പിലായിരിക്കുക. പരസ്പരം സ്നേഹിക്കുവാനും വിശ്വസ്തയോടെ ജീവിക്കുവാനും ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ രണ്ട് പേരും ഇന്ന് ഈ സമൂഹം സാക്ഷിയാക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരസ്പരം സമർപ്പിക്കുക. ഷാബിൻ ഷിബിയെ ഭാര്യയായി സ്വീകരിക്കുന്നു, ഷിബിയെ ഷാബിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. സ്വർഗത്തിൽ ഈ ഒരു ഉറപ്പ്, പരസ്പര സമ്മതം വിവാഹ കുദാശയായി ആഘോഷമാവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ ഈ രണ്ട് വൈദികർ, അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്. കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ രണ്ടു പേർക്കും അതിലേറെ പ്രാർത്ഥനാ സഹായം ആവശ്യമാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും മാർ യോസേപ്പ് പിതാവിൻ്റെ തുണയും
നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ വിവാഹ കുദാശയിൽ ഒത്തിരി കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളുടെ കുറവുകൾ, നമ്മളുടെ ബലഹീനതകൾ, നമ്മളുടെ പാപങ്ങൾ, പാപാവസ്ഥകളെല്ലാം കർത്താവ് സാദരം ക്ഷമിച്ച് നമ്മെ വിശുദ്ധിയോടുകൂടി ഈ കുദാശ പരിക്രമം ചെയ്യുവാനും കുദാശയിലായിരിക്കുവാനും സഹായിക്കട്ടെ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ തികഞ്ഞയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും താഴ്മയാൽ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാലേവ സൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ. താതനം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാലിക്കും
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകളോടുകൂടി ആയിരിക്കുകയും മാനവവംശത്തിൻ്റെ വർധനയ്ക്കായി അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പരമാധികാരത്തിൽ സംയോജിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്കുത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും
അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു, അവിടുന്നു നമ്മെ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വിവാഹമെന്ന കൂദാശ വഴി ഒന്നായിത്തീരുന്ന ഷാബിൻ, ഷിബി, ഇന്ന് നമ്മളെ ഇവിടെ ദൈവം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഷാബിനും ഷിബിക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതിന് മുൻപായി തന്നെ യഥാർത്ഥത്തിൽ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കേണ്ടത്, വളരെ വിശിഷ്യ അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. കാരണം നമുക്കറിയാം, കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ സ്കൂളിലെല്ലാം പോയി വിശന്ന് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ വിശന്നു വരുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് എന്തെങ്കിലുമെല്ലാം ഒരുക്കി വെച്ച് നിൽക്കുന്ന ഒരമ്മയാണ് നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളത്.
അങ്ങനെ വിശന്ന് വരുമ്പോൾ കിട്ടുന്നത് വാരി കഴിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം അമ്മയോട്, അമ്മ കഴിച്ചോ എന്ന്. അമ്മ കഴിച്ചു ഇല്ലെങ്കിൽ പോലും അമ്മ പറയുന്നത് ഞാൻ കഴിച്ചു എന്നായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി അപ്പമായി മാറുന്ന അപ്പനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഷിബിയുടെ മാതാപിതാക്കൾ ഇന്നിവിടെ ഉണ്ട്. ഷാബിൻ്റെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം എത്തിച്ചേർന്നിട്ടില്ല, ഇല്ലെങ്കിൽ ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും അവർ ഈ തിരുക്കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ കാണും. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇന്ന് നിങ്ങൾ ഇവിടെ ഈ സ്ഥിതിയിൽ ഈ അൾത്താരയുടെ മുമ്പിൽ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒരിക്കലും നിങ്ങൾക്ക് തിരസ്കരിക്കാൻ സാധിക്കില്ല. അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ വേദനകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്നേഹം നിങ്ങളെ പടുത്തുയർത്തി നല്ല മക്കളായി ദൈവ തിരുസന്നിധിയിൽ കൊണ്ട് ഇരുത്തിയെങ്കിൽ അത് ദൈവം അവർക്ക് നൽകിയ കൃപയുടെ അടയാളമാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും ഈ തിരുക്കർമ്മത്തിൽ ഈശോയുടെ കൈകളിൽ സമർപ്പിക്കുന്നതോടൊപ്പം നിങ്ങളെ രണ്ടുപേരെയും ഈ തിരുക്കർമ്മത്തിൽ ഈശോയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മാതാപിതാക്കൾ ഒരു മകനെ അല്ലെ ഒരു മകളെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ച് നൽകുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ഷിബിയുടെ മാതാപിതാക്കൾ ഷിബിയെ ഷാബിൻ്റെ കൈകളിലേക്ക് തരുമ്പോൾ അത് ചങ്കു പറിച്ച് തരുന്നത് പോലെയുള്ള അനുഭവമാണ് അല്ലേ. അത്രയും സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തി വളർത്തിയ മകളെ ഷാബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചങ്കു പറിച്ച് കൊടുക്കുന്നത് പോലെയാണ് ഷിബിയെ ഷാബിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഷാബിൻ ആ മാതാപിതാക്കൾ ഷിബിയെ ചങ്ക് പറിച്ചത് തരുന്നത് പോലെ ഷാബിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് തരുമ്പോൾ അത് വാടാതെ തളരാതെ നോക്കുക എന്നുള്ളത് ഷാബിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഷിബിയുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് ഈ നിമിഷം വരെ ഷാബിൻ്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങളെല്ലാം ഷാബിൻ്റേത് മാത്രമായിരുന്നു. അതുപോലെ തന്നെ ഷിബിയുടെ ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതെല്ലാം മുറിവുകൾ, ഇതെല്ലാം ഷിബിയുടെ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് കൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു വ്യക്തിയെ ദൈവം ഏൽപ്പിച്ച് തരികയാണ്. അപ്പോൾ ഇനി ഷിബി ഞാൻ കൂടെയുണ്ട്, നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ സന്തോഷങ്ങൾ, നിൻ്റെ വിഷമങ്ങൾ എൻ്റെയും കൂടിയാണ് എന്ന് പറയുവാനായിട്ടൊരു വ്യക്തിയെ ഷിബിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തരികയാണ്. അതുപോലെ ഷാബിൻ്റെ കയ്യിലേക്ക് ഷിബി കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ഏൽപ്പിച്ച് തരികയാണ്. അപ്പോൾ ആ ഏൽപ്പിച്ച് തരുന്ന വ്യക്തിയെ നമുക്ക് ഈ അൾത്താരയിൽ ഇരിക്കുന്ന ഈ പൂവ് പോലെ തന്നെ സ്ഥിരമായിട്ട് ഇരിക്കണം എങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനമായ ഘടകം നമുക്കറിയാം, അത് സ്നേഹമാണ്, മറ്റൊന്നുമല്ല. സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടമല്ല, അത് വെറും ഇഷ്ടമല്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. അത് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അത് എന്നെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും, എന്നെ മുറിവേൽപ്പിച്ചാലും എന്നെ മുറിവേൽപ്പിച്ചില്ലെങ്കിലും, എന്നെ സ്നേഹിച്ചാലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും എന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതൊരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, എന്നെ മുറിവേൽപ്പിച്ചാലും, എന്നെ സങ്കടപ്പെടുത്തിയാലും, എന്നെ മനസ്സിലാക്കിയാലും, എന്നെ തെറ്റിദ്ധരിച്ചാലും, എന്ത് സംഭവിച്ചാലും ഞാൻ ഷാബിനെ സ്നേഹിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഷിബിയെ സ്നേഹിക്കും എന്ന് നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനമാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സ്നേഹത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് ആ സ്നേഹത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ മക്കളായി തിരുക്കുടുംബത്തെ പോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വിവാഹം എന്ന കൂദാശ വഴി ഇന്ന് നിങ്ങൾ ഇവിടെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ
അതൊരു പരിശുദ്ധമായൊരു കൂദാശയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. പരിശുദ്ധമായൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ വിവാഹം എന്ന കൂദാശയുടെ പരിശുദ്ധി, അതിൻ്റെ വിശുദ്ധി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുക എന്നതാണ്. ഇന്ന് പല കുടുംബങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ ശിഥിലീകരിക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ തന്നെ ഹൃദയം നുറുങ്ങുന്ന ഒത്തിരിയേറെ അനുഭവത്തിലേക്കാണ് ചെന്നുപെടുന്നത്. കാരണം മുറിഞ്ഞു പോകുന്ന, ശിഥിലീകരിക്കപ്പെടുന്ന ഒത്തിരിയേറെ കുടുംബ ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും മഹത്തായ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ദൈവവുമായി ചേർന്നിരിക്കുക, ഈ അൾത്താരയുമായി ചേർന്നിരിക്കുക, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ, പിരിയേണ്ട അവസ്ഥകൾ പോലും വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ഇന്ന് നിങ്ങളിവിടെ വിവാഹ വാഗ്ദാനം ചെയ്യും. ഈ വിവാഹ വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ആ നിങ്ങൾ ചൊല്ലിയ വിവാഹ വാഗ്ദാനം, നിങ്ങൾ ഏറ്റെടുത്ത വിവാഹ വാഗ്ദാനം ഈ ദേവാലയത്തിൽ വിട്ടുകൊണ്ടല്ല, മറിച്ച് ഇത് കാണാപ്പാടം അറിയില്ലെങ്കിൽ ഇത് പിന്നീട് എഴുതിയെടുത്തെങ്കിലും ഈ വിവാഹ വാഗ്ദാനം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ പരസ്പരം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, തെറ്റിദ്ധാരണകൾ, വിഷമങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ മുറിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടന്മേൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളെടുക്കുന്ന ഈ വാഗ്ദാനം പരസ്പരം മുഖത്ത് നോക്കിക്കൊണ്ട്, പരസ്പരം കൈപിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, അലിഞ്ഞില്ലാതെയാകുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പരസ്പരം കൈ പിടിച്ചുകൊണ്ട് ഇന്നിവിടെ എടുക്കുന്ന വാഗ്ദാനം അങ്ങ് ചൊല്ലുക. നിങ്ങൾ പരസ്പരം പറയുക, ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ഷാബിൻ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കുദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഈ പ്രത്യേക കുദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. ഷാബിൻ, ഷിബി, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഷിബി, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ
സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും. ഷാബിൻ, ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹാശസ് കൊണ്ട് നിങ്ങളെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരവും ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കട്ടെ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനവരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം വരളയണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. പ്രിയ സഹോദരരെ, തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിതവിശുദ്ധിയിലും നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടാനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിനെ വിശദീകരിച്ച കൃഷ്ണനാഥ, ഇന്ന് വിവാഹബദ്ധരായ ഈ ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നേക്കും യോജിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഹങ്കാരത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രയേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ആത്മാവിനാൽ നിറഞ്ഞ ഐസക്കിയേൽ പ്രവാചകനെ അയച്ചതുപോലെ സഭാവിശ്വാസികളെ ആത്മീയതയിലും മാനുഷിക നന്മയിലും അധിഷ്ഠിതമായി നയിക്കുവാൻ എല്ലാ അനുപാലകരെയും അങ്ങേ ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹദാതാവായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും ഏറെ പ്രത്യേകമായി ഭിന്നതയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ അനന്ത സ്നേഹത്താൽ ഇവരെ ഒന്നിപ്പിക്കുവാൻ തിരുമനസ്സാകണമെന്നും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ സ്വീകരിക്കുന്ന ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്താൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, വിവാഹമെന്ന കൂതാശയിലൂടെ ഒന്നായി തീരുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത ഷാബിനെയും ഷിബിയെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹത്തിലൂടെയും വിശ്വസ്തതയിലൂടെയും ഒരു പുതിയ കുടുംബം രൂപപ്പെടുത്തുവാനും അവിടുത്തെ തിരുമുൻപിൽ നൽകിയ വാഗ്ദാനം അനുസരിച്ച് അർപ്പണ മനോഭാവത്തോടു കൂടി ജീവിതം നയിക്കുവാനുമുള്ള കൃപ ഈ വധുവരന്മാർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. അനുഗ്രഹദാതാവായ ദൈവമേ, കുഞ്ഞുമക്കളുടെ ജനനത്തിനായി പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്ന എല്ലാ ദമ്പതികളുടെ മേലും കൃപയുണ്ടാകണമേ. സന്താന ലബ്ധിയിലൂടെ അവിടുത്തെ മഹത്വം ദർശിക്കുവാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും വേണ്ട അനുഗ്രഹം ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാവർക്കും വിടുതൽ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിതക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.